നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നീട്ടിയിരിക്കുകയാണ്. വധശിക്ഷ നടപ്പാകില്ല. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് കുമാർ ചേരുന്നു. പ്രദീപ്, നമ്മൾ മുൻപ് അറിഞ്ഞതനുസരിച്ച് നാളെ വധശിക്ഷ നടപ്പാക്കാതിരിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുമില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്നറിയുന്നു. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഡൽഹി പട്യാല ഹൗസ് കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ഒരു ഉത്തരവ് നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. നാളെ രാവിലെ 6 മണിക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന മരണ വാറണ്ട് അതിപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഈ വധശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് കോടതി പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ വാക്കിങ്ങനെയാണ്: എക്സിക്യൂഷൻ സ്റ്റേയിൽ സ്റ്റിൽ ഫർദർ ഓർഡേഴ്സ് എന്നൊരു വാക്കാണ് സെഷൻസ് ജഡ്ജ്, അഡീഷണൽ സെഷൻസ് ജഡ്ജ് ധർമ്മേന്ദർ റാണ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് ധർമ്മേന്ദർ റാണയുടെ ആദ്യ പ്രവൃത്തി ദിവസമാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയിലെ. കാരണം നേരത്തെ ഉണ്ടായിരുന്ന സതീഷ് അറോറ അദ്ദേഹം സ്ഥാനം മാറിപ്പോയി. നേരത്തെ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്ന ജഡ്ജി സ്ഥാനം മാറിപ്പോയതിനെ തുടർന്ന് പുതിയ ജഡ്ജിയായി എത്തിയ അഡീഷണൽ സെഷൻസ് ജഡ്ജി ധർമ്മേന്ദർ റാണയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സുപ്രധാന ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഡൽഹി പട്യാല ഹൗസ് കോടതി വധശിക്ഷ, നാളെ നടത്താനിരുന്ന വധശിക്ഷ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ വധശിക്ഷ നടപ്പാക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രതിഭ, എന്ത് തന്നെയായാലും ഈ പറയുന്ന ജഡ്ജി ധർമ്മേന്ദ്ര റാണയുടെ ഉത്തരവ് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടാണ്. പക്ഷേ ഉച്ചവരെ വന്ന അഭിപ്രായങ്ങളും നിയമരംഗത്തു നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ നാളെ വധശിക്ഷ നടപ്പാക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല എന്ന് തന്നെയായിരുന്നു. അതായത് സംഭവ സമയത്ത് പ്രായപൂർത്തിയായില്ലെന്ന പവൻകുമാർ ഗുപ്തയുടെ ഹർജി സുപ്രീം കോടതി വീണ്ടും തള്ളി. ഹർജി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റു പ്രതികൾ സമർപ്പിച്ച എല്ലാ ഹർജികളും തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു വിധി വരുമ്പോൾ ഇനിയും ഈ ഒരു വധശിക്ഷ നീണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രതികൾക്ക് നിയമ വഴികളിലൂടെ മുന്നോട്ട് പോകാനും ഈ വധശിക്ഷ അനന്തമായി നീളാനുമുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? ക്രിസ്റ്റീന, ഇപ്പോൾ ഈ ഒരു കോടതിയുടെ നടപടിയിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമാകുന്നത് പ്രതികൾക്ക് ഇനിയും നിയമപരിഹാരത്തിന്റെ വഴികൾ ഉണ്ട് എന്നുള്ള പ്രതികളുടെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, അമിക്കസ് ക്യൂറി ആയ അഡ്വക്കേറ്റ് ബൃന്ദ ഗ്രോവർ ഉന്നയിച്ച വാദങ്ങൾ കോടതി കണക്കിലെടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞത്, മുകേഷ് കുമാർ സിംഗിന്റെ മുന്നിലുള്ള എല്ലാ നിയമപരിഹാര വഴികളുടെ സാധ്യതകളും അടഞ്ഞെങ്കിലും പ്രത്യേകമായി തൂക്കാൻ വിധിക്കരുത്. എല്ലാ പ്രതികളെയും ഒരുമിച്ച് വേണം വധശിക്ഷ നടപ്പാക്കേണ്ടത്. കാരണം ഇവരെല്ലാം ഒരു കേസിലെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം വെവ്വേറെയായി വധശിക്ഷ നടപ്പാക്കരുത് എന്നൊരു കാര്യമാണ് ഇന്നിപ്പോൾ പ്രധാനമായും അമിക്കസ് ക്യൂറിയും വ്യക്തമാക്കിയത്. ഇത് പ്രതിഭാഗം അഭിഭാഷകരും ഇക്കാര്യം പറയുകയുണ്ടായി. മാത്രമല്ല, തിഹാർ ജയിൽ അധികൃതർക്ക് വേണ്ടി ഹാജരായ സർക്കാർ അഭിഭാഷകന് ഒരു കാര്യം പറഞ്ഞു. അതായത്, വിനയ് ശർമ്മ എന്ന ആ പ്രതി നൽകിയ ദയാഹർജി രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. അത് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിനയ് ശർമ്മയുടെ കാര്യം മാറ്റി നിർത്തിയാൽ മറ്റു 3 പ്രതികളുടെ കാര്യത്തിൽ ഒരു തടസ്സവുമില്ല, നിയമപരമായ ഒരു തടസ്സവുമില്ല എന്നുള്ളതായിരുന്നു തിഹാർ ജയിൽ അധികൃതരുടെ ഭാഗത്തുണ്ടായ ഒരു നിലപാട്. എന്തായാലും കോടതി ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ചു. ഇവരെ പ്രത്യേകമായി തൂക്കാൻ വിധിക്കണമോ അതല്ല ഒരുമിച്ച് തന്നെ നടത്തണമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. എന്തായാലും കോടതിയുടെ ഈ ഒരു ഉത്തരവിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രതികളുടെയും എല്ലാ നിയമപരിഹാര വഴികളും അവസാനിച്ച ശേഷം എല്ലാ പ്രതികൾക്കും വധശിക്ഷ നടപ്പാക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായും ഇനി ഈ കോടതിക്ക് മുന്നിലുള്ള തീരുമാനമായി നമുക്കിപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയും ഈ രാഷ്ട്രപതിക്ക് മുന്നിൽ ദയാഹർജി കൊടുക്കാൻ ഇനി 2 പ്രതികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമപരമായ വഴികളെല്ലാം തന്നെ തുറന്നു കിടക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. ആ വഴികൾ അടയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പ്രതിഭ, അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് ഈ ഒരു കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രതികൾക്ക് വേണ്ട മാനുഷിക പരിഗണന നൽകി പ്രതികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും കോടതി തന്നെ നൽകി കൊടുത്തിരുന്നു. അതായത് അവർക്ക് അഭിഭാഷക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കോടതി എല്ലാ പരിഗണനയും നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിലും പ്രതികൾ ഈ വധശിക്ഷ നീട്ടാനുള്ള ശ്രമങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഇന്ദിരാ ജയ്സിംഗ് ഉൾപ്പെടെയുള്ള പല അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും വധശിക്ഷ ആവശ്യമില്ല, ജീവപര്യന്തം തടവ് നൽകരുതോ എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു അഭിപ്രായം കൂടി കോടതി പരിഗണിച്ചു എന്ന് നമുക്ക് കരുതാനാവുമോ? ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ കരുതാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, മുതിർന്ന അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് ഈ പ്രതികൾക്ക് നിർഭയയുടെ അമ്മ മാപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് വലിയ വിവാദമാണ് ഉയർത്തിയത്. മാത്രമല്ല, നിർഭയയുടെ അമ്മ ആശാദേവി തന്നെ ഇത് സംബന്ധിച്ച് വലിയ രൂക്ഷമായ വിമർശനവുമായി എത്തുകയുണ്ടായി. നടി കങ്കണ റണൌത്ത്
ഇന്ദിരാ ജയ്സിംഗിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം ഈ ഒരു ഇതെങ്ങനെയാണ് സ്ത്രീയായ ഇന്ദിരാ ജയ്സിംഗ് പറയാൻ സാധിച്ചത്? മാത്രമല്ല ഈ പ്രതികളോടൊപ്പം 4 ദിവസമെങ്കിലും ഇന്ദിരാ ജയ്സിംഗിനെ ജയിലിൽ അടച്ചിടണം എന്നൊരു കാര്യം കൂടി അന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് മാത്രമല്ല ഇതിനുശേഷം പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെ 24 തന്നെ പറഞ്ഞിരുന്നു വധശിക്ഷ എന്ന ശിക്ഷാരീതി തന്നെ മാറ്റേണ്ട ഒരു സമയമായിരിക്കുന്നു. വധശിക്ഷ മാറ്റി ജീവന്റെ അവസാനം വരെ, അതായത് ജീവിതാവസാനം വരെ ജയിലിൽ ഒരു പ്രോളുമില്ല, ഒരു ഇളവുകളും അനുവദിക്കാതെ പ്രതികളെ പാർക്കുക എന്നൊരു ശിക്ഷയല്ലേ നൽകേണ്ടത് എന്നൊരു കാര്യമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫും മുന്നോട്ട് സംബന്ധിച്ച് ഒരു വിഭാഗം, അതായത് ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഒരു വിഭാഗം ഈ വധശിക്ഷയ്ക്ക് രംഗത്ത് എത്തിയിരുന്നു. എന്തായാലും അത്തരം ശബ്ദങ്ങളൊക്കെ ഉയർന്നുണ്ടെങ്കിൽ പോലും കോടതി ഇന്നിപ്പോൾ കണക്കിലെടുത്തിരിക്കുന്നത് പ്രതികളെ പ്രത്യേകമായി തൂക്കിലേറ്റേണ്ടതില്ല, പകരം ഇവരുടെ എല്ലാവരുടെയും നിയമപരമായ വഴികൾ അത് കൃത്യമായി അവർ ഉപയോഗിച്ച ശേഷം അതിലൊരു തീരുമാനമായതിനു ശേഷം ഈ വധശിക്ഷ നടപ്പാക്കാൻ. കാരണം വീണ്ടും മരണ വാറണ്ട് സ്റ്റേ ചെയ്യുന്നു, വീണ്ടും മരണ വാറണ്ട് മറ്റു ദിവസത്തേക്ക് വയ്ക്കുന്നു എന്നത് ഈ മരണ വാറണ്ടിന്റെ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയായി പോകും. അങ്ങനെയെങ്കിൽ അതൊരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ സംവിധാനത്തിന് വലിയൊരു പാകപ്പിഴ ഉണ്ടാകും എന്ന് കൂടി കോടതി കരുതിക്കൊണ്ടാകണം സ്വാഭാവികമായി ഇത്തരത്തിലൊരു നടപടി ഡൽഹി പട്യാല ഹൗസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ക്രിസ്റ്റീന പ്രതിഭ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജസ്റ്റിസ് ധർമ്മേന്ദ്ര റാണ ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ്, അദ്ദേഹം അല്ലായിരുന്നു മരണ വാറണ്ട് നേരത്തെ നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സിറ്റിംഗിൽ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായും ഇനി തിഹാർ ജയിൽ അധികൃതർ നാളെ വധശിക്ഷ നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ഡമ്മി പരീക്ഷണം വീണ്ടും നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. മാത്രമല്ല വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് ഡൽഹി ജയിൽ ചട്ടങ്ങളിൽ പറഞ്ഞ നടപടികളുണ്ട്. ആ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി വരികയായിരുന്നു തിഹാർ ജയിൽ അധികൃതർ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു വിധി വന്ന സ്ഥിതിക്ക്, അതായത് ഇങ്ങനെ ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ നടപടികളൊക്കെ നിർത്തിവെച്ച് വീണ്ടും അടുത്ത ഒരു വിധിക്കായി കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഇനി തിഹാർ ജയിൽ അധികൃതർക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മരണ വാറന്റ് വീണ്ടും പുറപ്പെടുവിക്കുക എന്നൊരു നടപടി ഉണ്ടാകുമോ? അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ പ്രതികളോട് തന്നെ അവരുടെ അവസാന ആഗ്രഹം എന്തായിരുന്നു എന്നൊക്കെ തിഹാർ ജയിൽ അധികൃതർ ചോദിച്ചെങ്കിലും അവർ യാതൊരു വിധത്തിലുള്ള മറുപടിയും അതിന് നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നിയമവഴികളിലേക്ക് പോയി ഇത് പരമാവധി കാലം ഈ ഒരു വധശിക്ഷ സ്റ്റേ ചെയ്ത് നിർത്തണം എന്ന ഒരു രീതിയിലേക്ക് തന്നെയല്ലേ ഈ പ്രതികൾ പോകുന്നത്? ക്രിസ്റ്റീന, നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കുന്നത് മുകേഷ് കുമാർ സിംഗിന്റെ എല്ലാ നിയമപരമായ പരിഹാര വഴികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 3 പ്രതികളുടെ കാര്യമാണ്. അതിൽ വിനയ് ശർമ്മയുടെ ദയാഹർജി ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിലാണ്. അതിനുശേഷം 2 പ്രതികളുണ്ട്. ആ 2 പ്രതികൾ, അതായത് പവൻകുമാറും അക്ഷയ് കുമാർ സിംഗും. അക്ഷയ് കുമാർ സിംഗിന്റെ തിരുത്തൽ ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിയിരുന്നു. कोर्ट सुन ले, दिल्ली सरकार सुन ले, केंद्र सरकार सुन ले कि उसने कहा के गया है कि ये फांसी अनंत काल के लिए टल गई। तो कहीं ना कहीं सरकार हमें 7 साल पहले हमारे बच्ची के साथ क्राइम हुआ था, बार बार हमारे को उन मुजरिमों के सामने सरकार झुका रही है, कोर्ट झुका रहा है। आज लंबे समय तक आंटी आपने इंतजार किया और आपकी उम्मीद थी आपसे मैं सुबह 10 बजे से कोर्ट में आके बैठी हूँ। अगर यही पोस्टपोन ही करना था तो इतना पूरे दिन बैठाने की क्या जरूरत थी? आप फैसला देते हम घर जाते, लेकिन नहीं, पूरे टाइम हमने इंतजार किया। हमें भी उम्मीद होती है कि नहीं हमें इंसाफ मिलेगा, लेकिन सबसे दुख की बात है कि एक मुजरिम का वकील हमें चैलेंज करके गया कि ये फांसी कभी नहीं हो सकती। आपको नहीं लगता कि कानूनी लूप होल्स हैं, जो कानूनी कमियां हैं, उसका फायदा पूरी तरीके से जो दोषी हैं वो उठा रहे हैं? बिल्कुल उठा रहे हैं। उनको सरकार और कोर्ट मौका दे रही है कि उठाओ, क्योंकि वो देश के पुरुष हैं। वो बच्ची का कोई हक नहीं था दुनिया में जीने का। इन्होंने क्राइम किया,
लेकिन इनका हक है कि ये बार बार फांसी के डेट को पोस्टपोन करवा रहे हैं। अब मेरे को चैलेंज करके गया कि फांसी नहीं हो सकती। बहुत उम्मीद से थी चमत्कार होगा, आपको नहीं, उम्मीद था, लेकिन नहीं, आज चमत्कार नहीं हो पाया। जो उम्मीद आपकी नहीं, मुझे कोई उम्मीद नहीं थी कि चमत्कार होगा, लेकिन सुबह भी मैंने कहा था कि डेट वारंट जारी है, तब तक उम्मीद है। लड़ाई क्या सोचा आपने आगे? मैं लड़ूंगी, सरकार को उनको फांसी देना होगा, और नहीं तो पूरे समाज को सुप्रीम कोर्ट से लेकर लोअर कोर्ट को सिलेंडर करना होगा कि हमने फांसी की सजा लोगों को गुमराह करने के लिए दिया, शांत करने के लिए दिया था। आशा जी, लगातार मर्जी जो है वो एक-एक करके लगाई जा रही है। अभी सिर्फ दूसरे जो दोषी है उसकी मर्जी अब लगाई गई है। निश्चित काल के लिए टल गई, अब और नहीं लगाएंगे। इसके लिए आप कोर्ट में जाएंगे कि ये समय सीमा तय की जाए इनको लगाने के लिए? अब हो सके सरकार का मन बदल गया हो कि उनको नहीं फांसी आशा देंगे। जी, आप ये भी कह रही थी कि वोट के लिए सरकार इस तरीके की करती है कि हाँ फैसला होगा, लेकिन हो नहीं पाया। क्या कहना चाहिए, आप ही कह रहे हैं? देखिए, हमेशा से सरकार वोट के करना चाहती है, नहीं करना चाहती है, मैं इस पे बात करना नहीं चाहती हूँ, लेकिन मैं आज यही सरकार से, अपने कोर्ट से, न्याय व्यवस्था से, केंद्र सरकार से यही कहना चाहती हूँ कि आज इस कानून व्यवस्था के कमी की वजह से आज एक मुजरिम का वकील मुझे कोर्ट में चैलेंज करके गया है कि अनंत काल तक फांसी नहीं होगी, तो कहीं न कहीं वो जो चाहते थे मुजरिम वो हो गया। तो इस पे अब कोर्ट विचार करे, सुप्रीम कोर्ट विचार करे कि सुप्रीम कोर्ट ने उनकी रिव्यू खारिज करी, उनकी क्वेरी पिटीशन खारिज करी, तो आखिर वजह क्या है कि उसने मुझे चैलेंज किया कि फांसी नहीं हो सकती। पिछली 2 बार तो तारीख भी मिली थी, 22 जनवरी फिर 1 फरवरी, इस बार तो कोई तारीख भी नहीं मिली है। क्योंकि जो मुजरिम चाहते थे वो हो गया। वो चाहते थे कि फांसी अनंत काल तक टल जाए, वो टल गई। कहीं न कहीं कोर्ट, सरकार सब उनको सपोर्ट कर रहे हैं। अभी आपको भरोसा है कानून पर, या आप उम्मीद पूरी तरह टूट गई? नहीं, क्योंकि कानून पे भरोसा है। अगर कानून में फांसी है तो उनको देना पड़ेगा, नहीं तो पूरा संविधान को आग लगाना पड़ेगा इनको। कोर्ट ने जो बात कही है उससे जो बच्चियों पे लगातार क्राइम हो रही है, क्या समाज में संदेश जाएगा? क्या उनको इंसाफ मिल पाएगा? और उनके हौसले बढ़ेंगे और क्राइम होगा, लेकिन इनको कोई फर्क नहीं पड़ता, क्योंकि ये बहुत ऊंची हवेली में बैठे हैं, इनको हवा तक नहीं लगती है। तो ये कहीं न कहीं मुजरिमों को सपोर्ट कर रहे हैं। ये जॉइन बाय आशा दीदी। आशा जी, अब अनिश्चित काल के लिए कर दिया गया, क्या कहना है आप? നിർഭയയുടെ അമ്മയുടെ പ്രതികരണമാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്. എന്തുതന്നെയായാലും ഈ കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുമെന്നാണ് ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. 2012 മുതൽ 7 വർഷം രാജ്യത്തെ വിവിധ കോടതികളിൽ തന്റെ മകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടിയ ഒരു അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായത്. വിധിയിൽ, നിയമവ്യവസ്ഥയിൽ ഇപ്പോഴും തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും ഡൽഹി സർക്കാരിനെയും കോടതിയുടെ വിധിയെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നിർഭയയുടെ അമ്മ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി പ്രദീപ് കുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രദീപ്, എന്തു തന്നെയായാലും നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അമ്മ പറയുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതി വരെ പോയി വധശിക്ഷ വരെ പോരാടും എന്നും നിർഭയയുടെ അമ്മ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആശാദേവി പറഞ്ഞത്? ക്രിസ്റ്റീന, വളരെ വികാരനിർഭരമായാണ്, അല്ലെങ്കിൽ വളരെ വികാരപരമായാണ് ഇപ്പോൾ നിർഭയയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് രാവിലെ താൻ ഡൽഹി പട്ടിയാല ഹൗസ് കോടതിയിൽ എത്തിയത്. രാവിലെ മുതൽ വൈകുന്നേരം ഈ ഒരു 6 മണി അടുപ്പിച്ചാവുന്നു, ഈ ഒരു സമയം വരെ താൻ കാത്തിരുന്നു. എന്നാൽ തനിക്ക് ഇപ്പോൾ ഇവിടെ നിന്നും നീതി കിട്ടിയിട്ടില്ല. നേരത്തെ തന്നെ അതായത് ഈ പ്രതികളുടെ അഭിഭാഷകനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വധശിക്ഷ നടപ്പാകില്ല എന്ന് പ്രതികളുടെ അഭിഭാഷകൻ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. മാത്രമല്ല, അഡ്വക്കേറ്റ് AP സിംഗ് വെല്ലുവിളിച്ചിരുന്നു എന്നുള്ളതാണ് നിർഭയയുടെ അമ്മ പറയുന്നത്. മാത്രമല്ല, എന്തായാലും പോരാടും, ഈ നീതിക്ക് വേണ്ടി താൻ സുപ്രീം കോടതി വരെ പോരാടും എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. നീതി തനിക്ക് ലഭിച്ചു തന്നെ ആവണം, നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ആശാദേവി
പ്രതിഭ അതേസമയം തന്നെ നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്ന അമ്മ പറയുമ്പോൾ തന്നെയും പ്രദീപ് പറഞ്ഞ പോലെ രാവിലെ 10 മണി മുതൽ ആ കോടതിയിൽ ഈ ഒരു വിധി ഇങ്ങനെയാവില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അമ്മ ഇരുന്നത്. അതേസമയം തന്നെ ആ അമ്മ പറയുന്നുണ്ട് അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഖങ്ങളിൽ ഇരിക്കുന്ന പലരും ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നൊരു സൂചനയും കൂടി നൽകുന്നില്ലേ? അത്തരത്തിലൊരു ആരോപണമാണ് ഇപ്പോൾ നിർഭയയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ പ്രതികളുടെ ഒരാളുടെ പോലും വധശിക്ഷ നടപ്പാകില്ലെന്ന് പ്രതികളുടെ അഭിഭാഷകൻ ഉറപ്പിച്ചാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല അതിന് ഈ അഡ്വക്കേറ്റായ AP സിംഗ് പ്രതികളുടെ അഭിഭാഷകനാണ് വെല്ലുവിളിക്കുക പോലും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എന്തായിരുന്നാലും ഇത് ഇപ്പോഴും തനിക്ക് ഈ നീതിന്യായ വിശ്വാസത്തിൽ നീതിയിൽ വിശ്വാസമുണ്ട്. ഇനിയും പോരാടും, സുപ്രീം കോടതി വരെ പോരാടും, ഇതിൽ നീതി നടപ്പായി കിട്ടുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്ന് വളരെ വികാരം നിർഭരമായി കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ നിർഭയയുടെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രതിഭ ഒരു വശത്ത് ഈ ഒരു വിധി മാറ്റിവെക്കാനായിട്ട് പ്രതികൾ നടത്തുന്ന പലതരത്തിലുള്ള നീക്കങ്ങൾ, അത് നിർഭയയുടെ അമ്മ ആരോപിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് AP സിംഗിന്റെ സഹായത്തോടുകൂടി നടക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ കോടതി നടപടികളിലൊക്കെ AP സിംഗ് നടത്തിയ പ്രകോപനപരമായ പല പ്രസ്താവനകളുമുണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു കേസിന്. അതേസമയം തന്നെ മറുവശത്ത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അമ്മ കഴിഞ്ഞ 7 വർഷമായി കോടതികൾ കയറിയിറങ്ങുന്നു. ഇനി സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് പറയുന്ന ആ അമ്മയുടെ മുൻപിലുള്ള നിയമവഴി എന്തൊക്കെയാണ്? സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ഡൽഹി പട്ടേൽ ഹൗസ് കോടതിയുടെ ഈ നടപടിക്കെതിരെ നിർഭയയുടെ അമ്മയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി എന്താണ് തീരുമാനമെടുക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചാണ് ഇപ്പോൾ ഈ നിർഭയവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ പരിഗണിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും, കഴിഞ്ഞ ദിവസം മാത്രമല്ല ഇന്നും ഈ ഒരു നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഹർജി, അത് പുനഃപരിശോധന ഹർജിയാണ് ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് പരിഗണിച്ചത്. ഇന്ന് പരിഗണിച്ചത് പവൻകുമാർ ഗുപ്തയുടെ പുനഃപരിശോധന ഹർജിയാണ്. അതിൽ പ്രധാനമായും പവൻകുമാർ ഗുപ്ത ആവശ്യപ്പെട്ടിരുന്നത് സംഭവ സമയത്ത് താൻ ജുവനൈലായിരുന്നു, അന്ന് പ്രായപൂർത്തി ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ജുവനൈൽ കോടതിയിലാണ് വിചാരണ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നേരത്തെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം പറഞ്ഞെങ്കിൽ പോലും അക്കാര്യത്തിൽ അവിടെ ഭാഗത്ത് നിന്നൊരു പരിഗണന ലഭിച്ചില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചത്. നേരത്തെ ഈ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു, തുടർന്ന് പുനഃപരിശോധന ഹർജി സമർപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ പുനഃപരിശോധന ഹർജി അത് പരിഗണിച്ച് ഇക്കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഈ വിധി, തങ്ങളുടെ വിധി പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് R ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് പവൻകുമാറിന്റെ ഹർജി തള്ളിയത്. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പ്രതികൾ ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിയമപരിഹാരത്തിന്റെ വഴികളും അതുപോലെ തന്നെ ഈ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും പ്രതികൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും അതിന് പിന്നാലെ, അതായത് നീതിക്ക് വേണ്ടിയുള്ള യാത്രയിൽ താൻ എന്തായാലും ഉണ്ടാകും. ആ ഒരു പോരാട്ടം അത് ഒരു കാരണവശാലും അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് നിർഭയയുടെ മാതാപിതാക്കൾ നിൽക്കുന്നത്. നേരത്തെ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ പല വധശിക്ഷയ്ക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ ഉയർന്നുണ്ട്. മുതിർന്ന അഭിഭാഷകൻ ഇന്ദ്ര ജയ്സിംഗിന്റെ ഭാഗത്തു നിന്ന് അഭിപ്രായം ഉയർന്നു, അതുപോലെ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ ഭാഗത്തു നിന്ന് വധശിക്ഷയ്ക്കെതിരെ നിലപാടുകൾ ഉയർന്നു. അതുപോലെ ന്യൂനപക്ഷം ഈ വധശിക്ഷയ്ക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ പ്രതികളെ തൂക്കിലേറ്റണം എന്ന കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ വളരെ കൃത്യമായി നിർഭയയുടെ മാതാപിതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രതിഭ, അതുപോലെ തന്നെ ഡൽഹി സർക്കാരിനെതിരെയും ഈ ഒരു കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെയും വളരെ വിമർശനാത്മകമായ പ്രതികരണമാണ് ഇപ്പോൾ നിർഭയയുടെ അമ്മ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം വരുമ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ നടന്നു എന്നൊരു സൂചന കൂടി നിർഭയയുടെ അമ്മ നൽകുന്നുണ്ടോ? പലപ്പോഴും ഈ ജയിൽ അധികൃതരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ തിഹാർ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി ഉണ്ടാകുന്നില്ല എന്ന് നേരത്തെ തന്നെ നിർഭയയുടെ അമ്മ ആരോപിച്ചിരുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് BJP തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് ഈ പ്രിസൺ ഡിപ്പാർട്ട്മെന്റ്, ജയിൽ വകുപ്പ് എന്നത് ദില്ലി സർക്കാരിന്റെ കീഴിലാണ്. എന്നാൽ അവർക്ക് ഈ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു ശുഷ്കാന്തിയില്ല, ഊർജിതമായി അവർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, പ്രതികൾക്ക് വീണ്ടും സമയം നൽകുന്നു. ഇപ്പോൾ ഇത്രയും വർഷം പിന്നിട്ടിരിക്കുന്നു, എന്നിട്ട് പോലും അവർ കൃത്യമായിട്ട് ഒരു സമയപരിധി പോലെ ഒരു കാര്യം വെച്ച് അതുമായി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നടപടിക്രമങ്ങളിലുള്ള ഈ ഇഴച്ചിൽ അത് ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന വലിയ പാകപ്പിഴയാണ്, നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ സ്മൃതി ഇറാനി തന്നെ ആരോപണമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം ഈ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 8-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്, ഫെബ്രുവരി 8-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു വിഷയം, വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച ഈ ഒരു വിഷയം സ്വാഭാവികമായും ഇനി ഇവിടെ ചർച്ചയായി ഉയർന്നു വരും. ഡൽഹിയിലെ
തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിലുള്ള ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയും കൂടിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു വധശിക്ഷ നടപ്പാക്കാതെ ഇരിക്കുന്നതിന് പിന്നിൽ ഉള്ള ഒരു കാരണങ്ങളിലൊന്ന് ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ കൂടിയാണ് എന്നുള്ളത് നിർഭയയുടെ അമ്മ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തുടർചലനങ്ങൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ പ്രദീപ് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുൻപ് ഉള്ള കോടതി നടപടികളിലൊക്കെയും തന്നെ ഈ അഡ്വക്കേറ്റ് AP സിംഗ് വളരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെയാണ് പല വാദമുഖങ്ങളും ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ നിർഭയയുടെ അമ്മയോട് തന്നെ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അറിയുന്നത്, പ്രതികളെ ഒരിക്കലും തൂക്കിലേറ്റാൻ പോകുന്നില്ലെന്ന്. അത്തരത്തിൽ ഒരു ആത്മവിശ്വാസം AP സിംഗ് കാണിക്കുമ്പോൾ അത് നിയമവ്യവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെയാണോ കാണിക്കുന്നത്, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ? നേരത്തെ തന്നെ ഈ പ്രതികളുടെ അഭിഭാഷകനായ AP സിംഗിനെതിരെ കോടതി വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു പലപ്പോഴും. അതായത് ഈ സംഭവ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ള പവൻകുമാറിന്റെ ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അന്ന് ഈ അഭിഭാഷകന് പിഴ കൊടുക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പിഴ അടക്കം വിധിച്ച ഒരു അഭിഭാഷകനാണ്. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് പിഴ അടക്കം കോടതി ഉത്തരവിട്ട ഒരു അഭിഭാഷകനാണ് AP സിംഗ്. AP സിംഗിന്റെ ഭാഗത്ത് നിന്ന് പല ഇടപെടലുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഈ കേസിന് പിന്നിൽ, അതായത് ഈ പ്രതികൾക്ക് തൂക്കുകയർ ഒഴിവാക്കുന്നതിന് പിന്നിൽ വലിയ തോതിലുള്ള ചില ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ നിർഭയയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു. അതേസമയം തന്നെ പ്രോസിക്യൂഷനും, അതായത് സുപ്രീം കോടതിയിൽ അടക്കം പ്രോസിക്യൂഷൻ ഈ പ്രതികൾ ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ പുതിയ ഹർജികളുമായി എത്തുന്നതിന് പിന്നിലെന്നൊരു ആരോപണം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയിലും, അതായത് ഒന്നുകിൽ ഡൽഹി ഹൈക്കോടതി അല്ലെങ്കിൽ സ്വാഭാവികമായും ഇനി നിർഭയയുടെ മാതാപിതാക്കൾ ഉന്നയിക്കും. അതിൽ ഡൽഹി ഹൈക്കോടതി നിലപാടെടുക്കുന്നു. സുപ്രീം കോടതി നിർഭയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നാളെ നടക്കുകയില്ല. വധശിക്ഷയ്ക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ് ഡൽഹി പട്യാല ഹൗസ് കോടതി. ജസ്റ്റിസ് ധർമ്മേന്ദ്രറാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിറ്റിംഗിൽ തന്നെ ഈ കേസിന് വധശിക്ഷയ്ക്ക് സ്റ്റേ നൽകിയിരിക്കുകയാണ്. നീതി നടപ്പാക്കുന്ന പ്രതീക്ഷ നഷ്ടമായെന്ന് നിർഭയയുടെ അമ്മയും പ്രതികരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന്.